ഗൈസ് അങ്ങനെ നമ്മുടെ മൂക്ക് കുത്തി ചെറുതായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്, പക്ഷെ ദാറ്റ്സ് ഓക്കെ. എങ്ങനെയുണ്ട്? ഷാർപ്പായിട്ടുള്ള നീഡിലാണല്ലോ, അപ്പൊ അത് അങ്ങനെ ആദ്യം കുത്തുമ്പോ അതിൽ നമ്മളൊന്ന് മരവിച്ച പോലെ ആവും. പിന്നെ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഡോക്ടർ പെട്ടെന്ന് അത് ഇടും, തിരികിട്ടിട്ട് തിരിച്ച് മൂക്കുത്തി ആക്കി തരും. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാലായിരിക്കും അതിന്റെ എക്സാക്ട് പെയിന് വന്നു തുടങ്ങുക. ഈവൻ ഞങ്ങൾ തന്നെ ഇങ്ങനെ ചിലപ്പോ സംസാരിക്കല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വല്ലതും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അമ്മ ഒന്ന് ഷോക്കായ പോലെ ആവും. എന്താ പറയാ, ഷോക്ക് പോലെ ഒരു വേദനയാണ് നമുക്ക്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അമ്മയുടെ ഒരു മൂക്കൂത്തുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. 20th നവംബറിനായിരുന്നു അവിടെ മൂക്കൂത്തിയത് കേട്ടോ. ഇത് സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം നമ്മളിവിടെ മൈസൂരിൽ തന്നെ ചെറിയൊരു ക്ലിനിക്കിനാണ് കുത്തിയത്. അത്യാവശ്യം നല്ല ഡോക്ടറായിരുന്നു, ENT സർജൻ ആയിരുന്നു കുത്തി തന്നത്. അപ്പൊ നമ്മളിപ്പോ കുത്തിയിട്ട് ഏതാണ്ട് 5 മാസം കഴിഞ്ഞ് 6ാം മാസത്തിലോട്ട് കടന്നു കേട്ടോ. മെയ്യില് 6 മാസം ആവും. അപ്പൊ നമ്മൾ നമ്മുടെ മൂക്ക് കുത്തിയ സമയത്ത് തന്നെ എന്താ പറയാ, മൂക്ക് കുത്തിയതിന് ശേഷമുള്ള നമ്മുടെ ആഫ്റ്റർ ഇഫക്ട്സും ചിലർക്ക് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ അമ്മേനെ ആദ്യം പറഞ്ഞു തുടങ്ങിക്കോളൂ. അതെ, മൂക്കുകുത്തി വേദന ഉണ്ടാവുമല്ലോ. മൂക്കുകുത്തുമ്പോൾ അത് ഉറപ്പായിട്ടും വേദന ഉണ്ടാവും. അത് ആ ഒരു തറയ്ക്കുമ്പോൾ ആ ഒരു ഇത് കാരണം സെൻസേഷൻ അല്ലേ, അത് കാരണം ആ ഒരു വേദന. അത് കഴിഞ്ഞ് നമ്മൾ വീടെത്തുമ്പോഴാണ് കൂടുതൽ വേദന തുടങ്ങുക. കാരണം ഇതിങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള നീഡിലാണല്ലോ, അപ്പൊ അത് അങ്ങനെ ആദ്യം കുത്തുമ്പോ അതിൽ നമ്മളൊന്ന് മരവിച്ച പോലെ ആവും. പിന്നെ ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ഡോക്ടർ പെട്ടെന്ന് അത് ഇടും, തിരികിട്ടിട്ട് തിരിച്ച് മൂക്കുത്തി ആക്കി തരും. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞാലായിരിക്കും അതിന്റെ എക്സാക്ട് പെയിന് വന്നു തുടങ്ങുക. വീടെത്തി അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് സ്വെല്ലിംഗ് ഒക്കെ ആയി. പക്ഷെ അതിന് മുമ്പേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വെല്ലിംഗ് വരും. അമ്മ ചോദിച്ചിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, ഇഷ്യൂ ഉണ്ടാവും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ യുവർ സ്കിൻ ടൈപ്പ്. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും റിയാക്ഷൻസ് വരിക. ചിലർക്ക് ഇപ്പൊ എനിക്ക് അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടിയാൽ വരെ ഒന്ന് ചൊറിഞ്ഞാൽ വരെ റെഡ് ആവും. അങ്ങനെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മുടെയൊക്കെ. അപ്പം അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വല്ലതും പറ്റുമോ, അങ്ങനെ ഉണ്ടാവുമോ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അങ്ങനെ നിങ്ങളുടെ ഒരു സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഇരിക്കും. ചിലർക്ക് പെട്ടെന്ന് ഹീലാവും, കാരണം ഒരു ദിവസത്തിൽ തന്നെ ഹീലാവുന്നവരുണ്ട്. ചിലർക്ക് അത് 1 മാസം എടുക്കും, 2 മാസം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അമ്മ മറ്റേ ഹോം റെമഡീസ് ഒറ്റമൂലിയെ കുറിച്ച് എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ചിലർ വെളിച്ചെണ്ണ ഇടും, അങ്ങനെ വല്ലതും ഇടണമെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഒന്നും ഇടണ്ട, തനിയെ തന്നെ അത് ഹീലായിക്കോളും. ഇൻ കേസ് നിങ്ങൾക്ക് പെയിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആവുകയാണെങ്കിൽ മാത്രം ഡോക്ടർ ഒരു പെയിൻ കില്ലർ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രം അതൊന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, വന്ന് 1 വീക്കോളം ഉണ്ടായിരുന്നു ആ സ്വെല്ലിങ്. പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങനെ കൈ തൊടാനോ അതിനൊന്നും നിൽക്കണ്ട, അത് തന്നെ ശരിയായിക്കൊള്ളുന്നു. നമുക്ക് ആ ഒരു ടെംപ്റ്റേഷൻ വരും. കാരണം നമ്മളിങ്ങനെ കൈ തൊട്ടാൽ നമ്മുടെ കൈ എന്തിലൊക്കെ തൊട്ടിട്ടുണ്ട് നമുക്ക് തന്നെ അറിയില്ല. എന്തായാലും ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. അപ്പൊ നമ്മൾ ആ ബെയർ ഹാൻഡ്സ് കൊണ്ട് ആ തൊട്ട് കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു പുതിയൊരു ക്ലിയേഴ്സ് ചെയ്തൊരു സ്ഥലമാണ്. അത് ഭയങ്കരമായിട്ട് പിന്നെ ഇൻഫെക്റ്റഡ് ആവുകയുള്ളൂ അങ്ങനെ ചെയ്താല്. 1 വീക്കോളം ഉണ്ടായിരുന്നു സ്വെല്ലിങ്. പിന്നെ ഇടയ്ക്ക് ഒരു പസ്സൊക്കെ വരുന്നുണ്ടായിരുന്നു ആ കുത്തിയതിന്റെ. അത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞ് ആ ഇതൊക്കെ മാറി, അത്യാവശ്യം മാറി. പക്ഷെ വേദന ഉണ്ടായിരുന്നു എനിക്ക് ഓൾമോസ്റ്റ് 2 months അല്ലേ, ചെറുതായിട്ട്. കാരണം നമ്മളിങ്ങനെ അങ്ങനെ ഒന്ന് ആക്കിയാൽ മതി, നല്ല വേദനിക്കും. 2 months പിടിച്ചു എനിക്ക്. ഈവൻ ഞങ്ങൾ തന്നെ ഇങ്ങനെ ചിലപ്പോ സംസാരിക്കല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് വല്ലതും ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അമ്മ ഒന്ന് ഷോക്കായ പോലെ ആവും. എന്താ പറയാ, ഷോക്ക് പോലെ ഒരു വേദനയാണ് നമുക്ക്. അത് എന്റെ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും. ഈ സ്കിന്ന് എന്താ പറയാ സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടാവും. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നൊന്നുമില്ല, നമുക്ക് അങ്ങനെയായിരുന്നു. എനിക്കും അതെ, എനിക്ക് മൂക്കൂത്തിയിട്ട് ഇത് ഹീലാവാൻ വേണ്ടിട്ട് ഓൾമോസ്റ്റ് 1 year എടുത്തു. അമ്മയെക്കാട്ടിലും സെൻസിറ്റീവ് ആണ് എന്റെ. ഹീലാവാൻ വേണ്ടി 1 year-ഓളം എടുത്തു. ഈവൻ കാതായിക്കോട്ടെ പെട്ടെന്ന് ഹീലാവില്ല. നമ്മൾ ആ ഒരു ഇഷ്ടത്തിൽ കുത്തും, പക്ഷെ അത് ഹീലാവാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതായത് ഹീലാവുക ഇൻ സെൻസ് എന്താ പറയാ, ഫുൾ ടൈം നമുക്ക് വേദന ഉണ്ടാവുന്നല്ല. നമുക്ക് ഓക്കെ 1-1.5-2 മാസത്തിൽ ഹീലാവും. പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ തട്ടുമ്പോ തൊടുമ്പോ ഒക്കെ നമ്മൾ ഒന്ന് ഇതായി പോവും. ആ ഒരു രീതിയിൽ 1 വർഷത്തോളം ഉണ്ടാവും പെയിൻ. അതെ, പക്ഷെ 2 മാസം കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ മാതിരി തൊടുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ് എന്റെ പോയി. എന്താ ചേഞ്ച് ചെയ്യാനൊക്കെ പക്ഷെ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഇനി ചേഞ്ച് ചെയ്യാം. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേദന മാറിക്കഴിഞ്ഞാൽ 10 days തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അമ്മ ഇതുവരെ ചേഞ്ച് ചെയ്തിട്ടില്ല. അതുപോലെ അത് കുത്തിയ ഉടനെ PS ചെയ്ത ഉടനെ തന്നെ നെക്സ്റ്റ്
ഇടയ്ക്കിടെ കുളിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോട്ടൺ കൊണ്ട് Clean ചെയ്യല്ലേ? പക്ഷെ surrounding area ഒക്കെ ചെയ്യാൻ ഒന്ന് പറ്റുന്നില്ല, നല്ല വേദന ഉണ്ടായിരുന്നു അത്. അതെ, കാരണം എന്തായാലും അത് മറ്റേ അതെ. കുത്തിന്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ ബ്ലഡ് ക്ലോട്ട് ഒക്കെ ആയിട്ട് അതിങ്ങനെ ഡ്രൈ ആയിട്ട് ഉണ്ടാവൂല്ലോ. അപ്പൊ നമ്മൾ അതൊക്കെ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ എന്താ പറയാ കാറ്റിന് ഒരു കാറ്റോട്ടം ഉണ്ടാവും. അതെ, ഇപ്പൊ കംപ്ലീറ്റ് വേദന മാറി, അത് കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് എന്നെ ചേഞ്ച് ചെയ്യാനായി. അപ്പൊ 6 മാസമായി. ആദ്യത്തെ നമ്മുടെ മൂക്കുത്തിയെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ കല്യാണം കഴിഞ്ഞ സമയത്തായിരുന്നു കുത്തിയത്. പക്ഷെ അത് അതുപോലെ അമ്മക്ക് എന്തോ ഇങ്ങനെ പഴുത്തിട്ട് ചേഞ്ച് ചെയ്തു, ചേഞ്ച് ചെയ്യാ ചെയ്തല്ലേ? ചേഞ്ച് ചെയ്തപ്പോ അത് കാല് നീളമില്ല, പക്ഷെ അത് അങ്ങനെ അകത്ത് ഇതായി സ്റ്റക്കായി ഉള്ളിലോട്ട് പോയി. ആ, അപ്പൊ അത് കാരണം അത് അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിട്ട് പിന്നെ അത് അങ്ങനെ ഊരി കളയേണ്ടി വന്നു. പിന്നെ സെക്കൻഡ് ടൈമാണ് ഇപ്പൊ അമ്മ കുത്തിയത് കേട്ടോ. അപ്പൊ സോഫാർ ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ ഇനിയിപ്പോ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, 6 മാസം കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി അമ്മയ്ക്ക് മാറ്റിയിടാം. അമ്മയ്ക്ക് അതിന്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അപ്പൊ ഇനി സൂൺ മാറ്റിയിടണം. അമ്മയ്ക്ക് റിംഗ് ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു റിംഗ് ഉണ്ട്, അപ്പം അമ്മയ്ക്കും റിംഗ് വാങ്ങണം, ഹാഫ് റിംഗ് വാങ്ങണം എന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വിചാരിച്ചു നമ്മുടെ നോസ് പിയേഴ്സിങ് എക്സ്പീരിയൻസിനെ കുറിച്ചൊന്ന് പറയാമെന്ന്. കാരണം നമ്മൾ അന്ന് മൂക്ക് കുത്തിയ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് മൂക്ക് കുത്തിയ നെക്സ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ കുത്തിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടത്. പക്ഷെ ഇപ്പം നമ്മൾ വിചാരിച്ചു കുത്തിയിട്ട് എന്തായാലും 6 മാസമായി. അപ്പോൾ സോഫാറുള്ള നമ്മുടെ ഒരു ജേണി പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം മൂക്കോ കാതോ കുത്താനൊക്കെ ആഗ്രഹമുള്ളവർ എന്തായാലും പോയി കുത്തുക, ഒന്നും കൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും കുത്തുമ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണങ്ങണ ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഉണങ്ങി നിങ്ങൾക്ക് മാറ്റിയിടാനും പറ്റും. അറിയില്ല ഇത് ഡോക്ടേഴ്സ് കുത്തുന്നതാണോ വേദന, അതോ ഈ തട്ടാന്മാര് കുത്തി തരുമല്ലോ, അത് ഓരോ ആൾക്കാരുടെ പെയിൻ ടോളറൻസ് ലെവൽ അനുസരിച്ചിരിക്കും. ആരാണെങ്കിലും ഈ എന്താ പറയാ ഇതിലിങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നല്ലേ, അപ്പൊ വേദന ഉണ്ടാവും. വേദന ഉണ്ടാവും, പക്ഷെ ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സഹിച്ചാൽ മാത്രമേ അത് നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അല്ലേ അമ്മ? നമ്മൾ വിചാരിച്ച ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി നമ്മൾ കുറച്ച് ചലഞ്ചസ് ഒക്കെ ആയിട്ട് വരണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഹോപ്പ്ഫുള്ളി വരാൻ പറ്റട്ടെ. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്, ഇനി നമുക്ക് കാണാം. ടാറ്റാ.